പാചകത്തിൽ ഞാൻ വൻ പരാജയ ഒരാളാണ് ഞാൻ. എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഒത്തിരി എന്നെ സഹിച്ചൊരു ആളാണ് എൻ്റെ ഹസ്ബൻഡും. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് കുക്ക് ചെയ്യും, ഹസ്ബൻഡ് പെങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യും. അങ്ങനെ ഓരോ സമയത്തും കുക്കിംഗ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ച ആലപ്പുഴ ബാബുച്ചൻ്റെ വീട്ടിൽ പോയി നിന്നിട്ടാണ്. അവിടെ നിന്നാണ് കുക്കിംഗ് കുറച്ചൊക്കെ പഠിക്കുന്നത്. നാടൻ ഫുഡ് ഞാൻ അസാധ്യമായിട്ട് ചെയ്യും. അത് ഞാനിപ്പോൾ വീട്ടിലാണെങ്കിലും എൻ്റെ കുക്കറി ഷോ ചെയ്ത പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും ഞാൻ എന്ത് മാത്രം. കാരണം ഞാൻ വെച്ച കറികളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആത്മവിശ്വാസത്തോടെയും എനിക്ക് ഗ്യാരൻറ്റിയോടെ പറയാം, എൻ്റെ കറിക്ക് ഞാനാ ഗ്യാരൻറ്റി, വേറെ ആരും അല്ലല്ലോ, ഞാനും തന്നെ എൻ്റെ അല്ല. വഴി നിന്ന് റെസിപ്പി നമ്മൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാർക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് അത് ബാക്കി. പിന്നെ ഞാൻ എന്തെങ്കിലും സംശയമുണ്ട് ഒരു കാര്യം ചെയ്തു. പൊന്നമ്മ ബാബു ഒഫീഷ്യൽ എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. അതിൽ കയറിയ കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ്റെ പിള്ളേർ ചിലപ്പോൾ ചോദിക്കും, മമ്മി താറാവ് എങ്ങനെയാണ് പെപ്പർ താറാവ് വെക്കുന്നത്? ഞാൻ പറഞ്ഞു, മക്കളെ മമ്മിയുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, അതെടുത്ത് അതിൽ നോക്കാൻ പറയും. അപ്പോൾ ഞാൻ ദൈവമേ, ഞാൻ എന്ത് നല്ല വലിയ കാര്യമാണ് ചെയ്തിട്ടേക്കുന്നത്. അന്ന് നിസ്സാരമൊന്നും പറഞ്ഞ് ചെയ്ത കാര്യമാണ്. ഇന്നതൊക്കെ എന്തെല്ലാം കാര്യം. ഇനി അവരുടെ തലമുറകൾക്കൊക്കെ ഇത് ഞാൻ ഇല്ലാണ്ടായി പോയാലും അവർക്ക് നാളെ ഞങ്ങളുടെ അമ്മമ്മയുടെ അമ്മമ്മേനെ പറഞ്ഞ് അവർക്ക് ഇരുന്ന് കാണാമല്ലോ. അതിനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. എൻ്റെ ഓൺ പ്രോജക്റ്റ് ഒരു 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 ഹോം ഡെലിവറി ഫുഡ് ഞാനിപ്പം അടുത്ത മാസം തുടങ്ങാനുള്ള ഒരു പരിപാടിയിൽ നിൽക്കുവാണ്. അത് പൊന്നമ്മാസ് കലവറ എന്നാണ് ഞങ്ങളുടെ പേരിട്ടേക്കുന്നത്. നാടൻ ഫുഡാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ നന്നായിട്ട് ഇലയിലൊക്കെ പൊതിഞ്ഞ് പാഴ്സൽ മാത്രമേ ഉള്ളൂ. എല്ലാം വിചാരിച്ച ഓടി അവിടെ ചില കഴിപ്പൊന്നുമില്ല. അപ്പോൾ പ്രേക്ഷകരെല്ലാം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. എന്നോട് എപ്പോഴും ഉണ്ടായിട്ടേ ഉള്ളൂ, എപ്പോഴും ഉണ്ടാകണമെന്ന് പറയേണ്ട കാര്യമില്ല, എനിക്കറിയാം എന്നോടൊപ്പം നിങ്ങളൊക്കെ ഉണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങളത് എനിക്ക് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നതൊക്കെ എനിക്കറിയാം. അതാണ് ഇപ്പോഴത്തെ എൻ്റെ പുതിയൊരു സംരംഭം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പൊന്നമ്മാസ് കലവറയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു പെട്ടെന്നുണ്ടാക്കുന്നൊരു മീൻകറിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. വളരെ എളുപ്പം പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിലോപ്പിയ ഇഷ്ടം പോലെ നമ്മുടെ ഇപ്പോൾ കിട്ടുന്ന സ്ഥലമാണ്, കിട്ടുന്ന ഒരു സമയമാണിപ്പം. അപ്പോൾ വലിയ ഫിലോപ്പിയ ആണെങ്കിൽ നല്ല ചെറിയ സ്ലൈസാക്കി മേടിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് നമ്മളൊരു ചട്ടിയൊക്കെ അടുപ്പ് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ പൊട്ടി കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി എല്ലാം ഇട്ട് നമ്മൾ വഴറ്റും. വഴറ്റി അവനെ അങ്ങോട്ട് മൂത്തിങ്ങി വരുമ്പോഴത്തേക്ക് അതിനകത്ത് നല്ല കളറുള്ള കാശ്മീരി ചില്ലി, ഇച്ചിരി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് നമ്മൾ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് അവനെ നമ്മൾ വഴറ്റിയെടുക്കും. ഇളക്കി കൊടുക്കുക. അതിനകത്തോട്ട് നമ്മൾ തക്കാളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വന്നപ്പോൾ ഉലുവ ഇട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് നമ്മൾ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, ഉള്ളി ഇതെല്ലാം ഇട്ട് നമ്മൾ വഴറ്റി നന്നായിട്ട് വന്നു. നമ്മൾ അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ മുളക് പൊടി ആവശ്യാനുസരണം മുളക് പൊടി ഇട്ടു. എന്നിട്ട് നമ്മൾ ഇളക്കി പതിയെ തക്കാളി കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് പുളി, കുടംപുളിയാണ് ഇട്ട് ഒഴിച്ചിരിക്കുന്നത്. ആവശ്യാനുസരണം ഉപ്പിട്ട് തട്ടി കൊടുക്കണം. ഉപ്പൊക്കെ എനിക്ക് കയ്യളവാണ് കേട്ടോ. ആവശ്യാനുസരണം ഉപ്പിട്ടു. എന്ത് ഞാൻ വെച്ചാലും ഫിഷ് കറി വയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ഞാൻ വെക്കും. എന്നിട്ട് ഞാൻ ഇടുക. ഇങ്ങനെ അങ്ങ് പെറുക്കിയിട്ടു. പച്ചയുടെ ആകുമ്പോൾ ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുക്കാം. കറി വെച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇളക്കാൻ പറ്റില്ല, പൊടിഞ്ഞു പോകും. ഇതാണ് നമ്മുടെ ഫിഷ് കറി. ഇങ്ങനെ ഒരു ഫിഷ് കറി നമുക്ക് വയ്ക്കാം. മീൻ നമ്മുടെ ഫിലോപ്പിയാണ്. ചില ആൾക്കാർ പറ്റിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്, ചില ആൾക്കാർ കുറച്ച് ചാറ്. ഇപ്പോൾ കപ്പ വയ്ക്കുന്നൊക്കെ ആൾക്കാരാണെങ്കിൽ ഇതുപോലെ കപ്പയ്ക്കൊക്കെ പറ്റി കറിയായത് പറ്റി എൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ മീൻ കറി റെഡി. അങ്ങനെ ഇതാ മീൻ കറി അങ്ങനെ പറ്റി ഒക്കെ വന്നു. ഈസിയായിട്ട് ചെയ്യാവുന്നൊരു മീൻ കറിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഞാനുണ്ടാക്കിയ കറി എങ്ങനെയാണ് സൂപ്പർ എന്ന് പറയുന്നത്? ഞാൻ വെച്ച് നിങ്ങളെ കാണിച്ച് നിങ്ങളുണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് സൂപ്പർ എന്ന് പറയണം. അതാണ് എനിക്കിഷ്ടം. എനിക്കിത് ഓക്കെയാണ്. എനിക്ക് ഉപ്പുണ്ട്, പുളിയുണ്ട്, എനിക്ക് വേണ്ട പുളി, ഉപ്പും എരിവൊക്കെ എനിക്കുണ്ട്. അപ്പോൾ എല്ലാവരും വെച്ച് നോക്കുക.